السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സ്നേഹമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം താല്പര്യപ്പെടുക. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഏതൊരു പരിശ്രമത്തിനും വലിയ പ്രതിഫലമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പാരായണത്തിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും അർത്ഥവും ആശയവും ഒക്കെ ചർച്ച ചെയ്ത് പഠിക്കുന്നതിനൊക്കെ വലിയ പുണ്യവും പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അല്പസമയത്തെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ എത്രമാത്രം പ്രതിഫലം നമുക്ക് നേടാനാകുമോ അവയെല്ലാം നേടി മാത്രം ഈ ഹാളിൽ നിന്ന്, ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്ന വിധം നന്മകളിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ മാത്രമാണ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും വിജയിക്കുന്ന വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങൾ, പ്രത്യേകതകൾ, വിശേഷണങ്ങൾ വിശദീകരിക്കുകയും ആ നന്മകളും ഗുണങ്ങളും വിശേഷണങ്ങളും ഉള്ളവർക്ക് സ്വർഗമാണ്, അത് തന്നെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമായ അൽ ഫിർദൗസ് ആണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും തുടർന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയും ചെയ്തതാണ് 14 വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മളോട് പറയുന്ന കാര്യമാണ് 15-ാമത്തെ ആയത്ത്. നമുക്കൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.